പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയയുടെ വിജയം ഉറപ്പിച്ചത് CPM ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് ചോർന്ന വോട്ടുകളും. TP രാമകൃഷ്ണന്റെ നാടായ നൊച്ചാട് ഉൾപ്പെടെ CPM പഞ്ചായത്തുകളിൽ ഫാത്തിമ തഹ്ലിയയ്ക്ക് ലഭിച്ചത് 3500-ലേറെ വോട്ടുകളാണ്. അനൗൺസ്മെന്റ് വിവാദം ഉൾപ്പെടെ പ്രചാരണ കാലത്ത് ഫാത്തിമ തഹ്ലിയയ്ക്കെതിരെ വലിയ പ്രചാരണം നടന്ന പേരാമ്പ്രയിലെ ഈ ചോർച്ച CPM-നെ അമ്പരപ്പിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് അനൗൺസ്മെന്റ് വിവാദം ഉൾപ്പെടെ ചൂടേറിയ ചർച്ചകൾ നടന്ന മണ്ഡലമാണ് പേരാമ്പ്ര. UDF പരാജയം ഉറപ്പാക്കേണ്ടത് അഭിമാന പ്രശ്നമായി CPM കണക്കാക്കിയ മണ്ഡലം. പക്ഷേ വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോൾ CPM ശക്തി കേന്ദ്രങ്ങളായ പഞ്ചായത്തുകളിൽ നിന്ന് UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയക്ക് വോട്ടുമറിഞ്ഞു. LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണന്റെ നാടായ നൊച്ചാട് പഞ്ചായത്തിൽ 3000 വോട്ട് ലീഡാണ് CPM കണക്കാക്കിയിരുന്നത്. പക്ഷേ ലഭിച്ചത് 1600 വോട്ടിന്റെ ലീഡ് മാത്രം. മേപ്പയ്യൂരിൽ 2000 പ്രതീക്ഷിച്ചിടത്ത് ലഭിച്ചത് 1272 വോട്ടിന്റെ ലീഡ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2 പഞ്ചായത്തുകളിലും ഇടതുപക്ഷത്തിന് ലഭിച്ച വോട്ടിനേക്കാൾ കുറവാണിത്. കീഴരിയൂരിൽ 1000 വോട്ടിന്റെ ലീഡ് പ്രതീക്ഷിച്ചിടത്ത് ലഭിച്ചത് 47 മാത്രം. അരിക്കുളത്തും 800-ലധികം വോട്ടിന്റെ കുറവുണ്ടായി. മതം പറഞ്ഞ് വോട്ട് പിടിച്ചെന്ന് തഹ്ലിയക്കെതിരെ പരാതി നൽകിയ തുറയൂർ പഞ്ചായത്തിലും വോട്ട് ചോർന്നു. ചങ്ങരോത്ത്, ചക്കിട്ടപാറ, കൂത്താളി, പേരാമ്പ്ര പഞ്ചായത്തുകൾ എക്കാലവും UDF-ന് വലിയ ഭൂരിപക്ഷം നൽകുന്നതാണ്. എന്നാൽ വലിയ തരംഗമുണ്ടായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിനനുസരിച്ചുള്ള വോട്ടുകൾ ഇവിടെ നിന്ന് ഫാത്തിമ തഹ്ലിയക്ക് ലഭിച്ചില്ല. UDF പഞ്ചായത്തുകളിലെ ഈ കുറവ് നികത്തിയത് CPM ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് തഹ്ലിയക്ക് ലഭിച്ച വോട്ടുകളാണ്. പാർട്ടി കോട്ടകളിൽ നിന്ന് TP രാമകൃഷ്ണൻ ലഭിക്കേണ്ട 3500-ഓളം വോട്ടുകൾ ഇങ്ങനെ ചോർന്നുവെന്നാണ് കണക്കാക്കുന്നത്. മേപ്പയൂരും നൊച്ചാടും അവർ പ്രതീക്ഷിച്ച് 3000 വോട്ട് ലീഡാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് മേപ്പയൂരിൽ അത് പകുതിയിലും കുറവായിട്ട് 1272 കുറഞ്ഞു. നൊച്ചാട് അത് 1610 മാറി. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം എന്തായിരുന്നു പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിനെ മറികടക്കാൻ UDF-ന്റെ പഞ്ചായത്തുകളിൽ നിന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വോട്ടുകൾ ലഭിച്ചു. തൊട്ടടുത്ത മണ്ഡലങ്ങളിലെല്ലാം 10,000-ലേറെ വോട്ടുകൾക്ക് UDF സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നപ്പോൾ പേരാമ്പ്രയിൽ 5087 വോട്ടുകൾക്കാണ് ഫാത്തിമ തഹ്ലിയയുടെ വിജയം. വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെടുത്തി പേരാമ്പ്രയിൽ ചർച്ചകൾ നടന്നുവെങ്കിലും പ്രതീക്ഷിക്കപ്പെട്ടതുപോലെയുള്ള ന്യൂനപക്ഷ കേന്ദ്രീകരണം തഹ്ലിയക്ക് അനുകൂലമായി ഉണ്ടായില്ല. തിരഞ്ഞെടുപ്പ് സമയത്ത് ഫാത്തിമ തഹ്ലിയക്കെതിരെ പ്രചരണം നടത്തി പൊതുവോട്ടുകൾ ഒപ്പം നിർത്താൻ CPM നല്ല ശ്രമം തന്നെ നടത്തിയിരുന്നു. എന്നാൽ സ്വന്തം കോട്ടയിൽ പാർട്ടി വോട്ടുകൾ ഒപ്പം നിർത്താൻ കഴിയാതെ പോയതിൻ്റെ അമ്പരപ്പിലാണ്, നിസ്സഹായാവസ്ഥയിലാണ് പേരാമ്പ്രയിലെ CPM നേതൃത്വം. കോഴിക്കോട് നിന്നും മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.